PM ശ്രീ പദ്ധതിയെ ചൊല്ലി നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ച് CPI. രണ്ടംഗ ഉപസമിതിയെ വയ്ക്കാമെന്ന CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നിർദ്ദേശത്തിൽ CPI ഉപാധി മുന്നോട്ട് വെച്ചു. ഉപസമിതിയെ നിയോഗിക്കുന്നതിന് മുൻപ് ധാരണാപത്രം മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയക്കണമെന്നും കത്ത് പ്രസിദ്ധപ്പെടുത്തണമെന്നും CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലപാടെടുത്തു. ഷഫീദ് റാവുത്തർ ഒപ്പം തനേഷ് തമ്പി വിശദാംശങ്ങളുമായിട്ട് ആദ്യം ഷഫീദ് റാവുത്തറിലേക്കാണ്. ഷഫീദ്, ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയായിരുന്നു. CPIയുടെ ഓൺലൈനായാണ് യോഗം ചേർന്നത്. ആ യോഗത്തിൽ ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ കൈക്കൊണ്ട അതേ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഒരു വിട്ടുവീഴ്ചയുമില്ല. ഒപ്പം നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നത് അന്തിമമായൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്, അല്ലേ? അനുജ, ഉറപ്പായിട്ടും. കാരണം PM ശ്രീ പദ്ധതിയിൽ ഏതെങ്കിലും തരത്തിൽ CPIയെ അനുനയിപ്പിക്കാനുള്ള നീക്കം അത് ഇന്ന് CPM സജീവമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവരുടെ നേതൃയോഗങ്ങൾക്ക് ശേഷമുള്ള നിലപാട് കടുപ്പിക്കൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ CPIM ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന സമവായ നിർദ്ദേശങ്ങളിൽ CPIക്ക് താല്പര്യമില്ല എന്ന് മാത്രവുമല്ല, ഈ പദ്ധതിയിൽ നിന്ന് അത് പൂർണ്ണമായും പിന്മാറണം എന്ന തറപ്പിച്ച നിലപാടിൽ CPI നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഇടത് പാർട്ടികളുടെ നയവ്യതിയാനമാണെന്നുള്ള കാര്യം ആവർത്തിക്കുകയാണ് CPI എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം നടന്നിരുന്നു. അതിൽ ഒരു പുതിയ സമവായ നിർദ്ദേശം അത് CPIന്റെ ഭാഗത്തു നിന്നുണ്ടായി. രണ്ടംഗ ഉപസമിതി അത് ഇന്നലേക്ക് ഉയർന്നു കേട്ടെങ്കിലും ഇന്നത് CPI ഔദ്യോഗികമായി അറിയിക്കുന്ന സാഹചര്യമായിരുന്നു. ജനറൽ സെക്രട്ടറി MA ബേബിയാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ നിർദ്ദേശം ചർച്ച ചെയ്യാനെ കൊണ്ട് ഇന്ന് CPI അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗമടക്കം ചേർന്നിരുന്നു. എന്ന ആ യോഗത്തിലാണ് നിർദ്ദേശം തള്ളിക്കളയാൻ നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, അത് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു നീക്കത്തിന്റെ പുറത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വീണ്ടും ഈ പാർട്ടിക്കകത്ത് മുന്നണിക്കകത്ത് നിന്ന് ചില പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. കാരണം മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്ത മന്ത്രിമാരെ പോലും അറിയിക്കാത്ത തരത്തിലേക്കുള്ള ചില നിലപാട് നീക്കങ്ങൾ അത് CPIന്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ള വിലയിരുത്തലാണ് CPIക്കുള്ളത്. അതേസമയം ഈ PM ശ്രീ പദ്ധതിയിൽ നിന്ന് ഈ ഒരു കാരണവശാലും പിന്മാറേണ്ടതില്ല എന്ന് പറയുന്ന CPI ഈ ഉപസമിതിയെ നിയോഗിക്കുന്നതിന് മുൻപ് ധാരണാപത്രം മരവിപ്പിക്കണം എന്നൊരു ഉപാധി കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ധാരണാപത്രം മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തെഴുതണം, കത്ത് പ്രസിദ്ധപ്പെടുത്തുകയും വേണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ CPI നിലപാട്. സ്വാഭാവികമായും അവർക്ക് മുൻപുണ്ടായിരിക്കുന്ന വിശ്വാസ്യതാ പ്രശ്നം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് എക്സിക്യൂട്ടീവിലടക്കം ഇന്ന് ചില നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കടുത്ത നിലപാട് അത് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. ഇനി ഇക്കാര്യത്തിൽ CPIന്റെ സമവായ നീക്കം ശ്രദ്ധേയമാകും. നാളെ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുമെന്ന നിലപാടിൽ തന്നെയാണ് CPI ഉള്ളത്. നാളത്തെ ക്യാബിനറ്റ് യോഗം സാധാരണ ചേരുന്ന സമയത്ത് നിന്ന് ഉച്ചയ്ക്ക് ശേഷം അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാകും. നാളെ CPI ചർച്ച ഈ വിഷയത്തിൽ നടക്കും. പക്ഷേ ഈ CPI ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉപാധി അത് വിദ്യാഭ്യാസ വകുപ്പിനെ അടക്കം ധരിപ്പിച്ച് അത് പ്രാവർത്തികമാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുന്നണിക്കുള്ളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനടക്കം സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറി അതിൽ എങ്ങനെ സമവായ നീക്കം കാണാനാകുമെന്നുള്ളതിന്റെ സകല വഴിയും തേടുകയാണ് CPIM. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.